ഹായ്, വെൽക്കം ടു വേവിങ്സ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ കൊടുത്തവയിൽ 2.46 ഇൻറ്റു 5.6 തുല്യമായതേത്? ഇത് കേട്ടിട്ട് കാറ്റഗറി 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2.46 ഇൻറ്റു 5.6 തുല്യമായത് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു, മീൻസ് 2.46 ഇൻറ്റു 5.6 ചെയ്യാൻ വന്നു. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടെത്തുന്നത്? ദശാംശ സംഖ്യ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2.46 ഇൻറ്റു 5.6 ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ 246 ഇൻറ്റു 56 ചെയ്യും അല്ലേ? പോയിൻ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നോക്കും ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കും. ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനമുണ്ട്, 0.6. ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മൊത്തം പോയിൻ്റ് കഴിഞ്ഞ് 3 സ്ഥാനങ്ങളാണ് ഉള്ളത്. സോ നമ്മൾ 246 ഇൻറ്റു 56 ചെയ്യും, പോയിൻ്റൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തൊരു ഉത്തരം കിട്ടും. ആ കിട്ടിയ ഉത്തരത്തിൽ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കും. അതാണ് ഫൈനൽ ആൻസറായിട്ട് കിട്ടുക. എങ്ങനെയാണ് കിട്ടിയത്? നമുക്കിങ്ങനെ പോയിൻ്റ് ഉള്ള അല്ലെങ്കിൽ 2 ദശാംശ സംഖ്യകൾ ഗുണിക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പോയിൻറ്റും കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയ ആൻസറിൽ നമ്മൾ പോയിൻ്റ് കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2.46 ഇൻറ്റു 5.6 ആണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ മൊത്തം പോയിൻ്റ് കഴിഞ്ഞ് 3 സ്ഥാനങ്ങളുള്ളത്. സോ നമുക്ക് കിട്ടിയ ആൻസറിൽ ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് വലതുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കും. അതാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യാം. ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഉത്തരം കിട്ടുന്നത് ഏതാണോ അതാണ് ശരിയായിട്ട് വരിക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 2.46 ഇൻറ്റു 0.56. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ പോയിൻറ്റും കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് 246 ഇൻറ്റു 56 ചെയ്യും. എന്നിട്ടോ കിട്ടിയ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ എത്ര സ്ഥാനം കൊടുക്കണം? ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4. ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉണ്ടല്ലേ? സോ കിട്ടിയ ആൻസറിൽ നമ്മൾ വലത്ത് ഭാഗത്ത് നിന്നിട്ട് 4 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിൻ്റ് കൊടുക്കുക. അതാണോ? അത് ശരി ഉത്തരമാണോ? അല്ല. ശരിക്കും നമ്മൾ, അതായത് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന 2.46 ഇൻറ്റു 5.6 ചെയ്തപ്പോൾ നമ്മൾ എത്ര സ്ഥാനമായിട്ട് മാറ്റിയതാണ് പോയിൻ്റ് കൊടുത്തത്? വലത്ത് ഭാഗത്ത് നിന്നിട്ട് 3 സ്ഥാനം മാറ്റിയത് അല്ലേ? കാരണം ക്വസ്റ്റ്യനിൽ 3 സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഓപ്ഷൻ എ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ ആൻസറിൽ ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് 4 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കണം. അത് നമുക്ക് ആദ്യം കിട്ടിയ ആൻസറിനോട് സെയിം അല്ല. സോ ഓപ്ഷൻ എ ശരിയായി വരില്ല. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി നോക്കിക്കേ, 246 ഇൻറ്റു 0.560 ആണ് അല്ലേ ഉള്ളത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പോയിൻ്റൊക്കെ കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 0 ഉണ്ട്. അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓക്കെ, 0നെ നോക്കരുത്. 0നെ നോക്കിയില്ലെങ്കിൽ, 0നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുള്ളത്? 2 സ്ഥാനമേ ഉള്ളൂ അല്ലേ? നമ്മൾ ശരിക്കും എണ്ണുകയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1, 2, 3 സ്ഥാനം ഉണ്ടെന്ന് എണ്ണും. പക്ഷേ 0 പോയിൻ്റ് കഴിഞ്ഞ് 0 ഏറ്റവും അവസാനം 0 വന്നാൽ ആ 0നെ നോക്കരുത്. പോയിൻ്റിൽ അല്ലെങ്കിൽ പോയിൻ്റ് സ്ഥാനം നോക്കുമ്പോൾ ആ 0നെ കൂട്ടി എണ്ണരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 0നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുള്ളത്? 2 സ്ഥാനമുള്ളത്. സോ ആൻസറിൽ നമ്മൾ വലത് ഭാഗത്ത് നിന്നിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിൻ്റ് കൊടുക്കുക. അതും നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ആൻസറിനോട് സെയിം അല്ല. ഫസ്റ്റ് കിട്ടിയത് എങ്ങനെ? ഫൈനൽ ആൻസറിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റിയ പോയിൻ്റ് കൊടുത്തത് അല്ലേ? പക്ഷേ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റിയാണ് പോയിൻ്റ് കൊടുക്കേണ്ടത്. സോ അതും നമ്മുടെ ആദ്യം കിട്ടിയ ആൻസറിനോട് സെയിം അല്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 0.246 ഇൻറ്റു 56. അവിടെ നമ്മൾ പോയിൻ്റൊക്കെ കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് എണ്ണും അല്ലേ? 56ൽ പോയിൻ്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല. ഇവിടെ 0.246 പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ട്? 1, 2, 3 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 246 ഇൻറ്റു 56 ചെയ്യും. കിട്ടിയ ആൻസറിൽ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ഫസ്റ്റ് ആൻസർ, ഈ പച്ച കളറിൽ എഴുതിയത് ഫസ്റ്റ് ആൻസർ, അതും സെയിം അല്ലേ? ഫസ്റ്റ് ആൻസർ നമ്മൾ എന്താ ചെയ്തത്? 246 ഇൻറ്റു 56 ചെയ്തു. കിട്ടിയ ആൻസറിൽ ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുത്തു.
അതന്നെയല്ലേ ഓപ്ഷൻ സിയിലും 246 × 56 ചെയ്യും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ എണ്ണി നോക്കും പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണല്ലേ. സോ കിട്ടിയ ആൻസറിൽ ലാസ്റ്റ് നിന്ന് അങ്ങോട്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. അപ്പോൾ ഇതിനോട് അതായത് 2.46 × 5.6 തുല്യമായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ഇനി ഓപ്ഷൻ ഡി എങ്ങനെയാണ് വരിക ചെയ്ത് നോക്കണം. നമുക്ക് ആൻസർ കിട്ടി, പക്ഷേ ഓപ്ഷൻ ഡി ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി എങ്ങനെ വരിക? നമ്മൾ 246 × 56 ചെയ്യും അല്ലേ. 246 × 56 ചെയ്യും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കും പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ 1, 2 സ്ഥാനമുള്ളത്. സോ നമുക്ക് കിട്ടിയ ആൻസറിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. അത് സെയിം അല്ല, നമുക്ക് ശരിക്കും വേണ്ടത് 3 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് കൊടുക്കേണ്ടിയിരുന്നത്. സോ അതിനോട് സെയിം ആയി വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 0.246 × 56 ആണ് 2.46 × 5.6 തുല്യമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.